നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല, ഇനി റിമാൻഡിൽ. 14 ദിവസത്തേക്കാണ് ജയിലഴിക്കുള്ളിലേക്ക് കോടതി ബോബി ചെമ്മണ്ണൂരിനെ അയച്ചത്. വിധി കേട്ട ബോബി ചെമ്മണ്ണൂർ കോടതി മുറിക്കുള്ളിൽ തലകറങ്ങി വീണു. എറണാകുളം 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഈ വിധി. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിലാണ് ഇപ്പോൾ ബോച്ചയ്ക്ക് ജാമ്യമില്ല എന്ന് കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയെ മുൻനിർത്തിയായിരുന്നു ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ പയറ്റി നോക്കിയത്. എന്നാൽ രാമൻപിള്ള പൂർണ്ണമായും തകർന്നടിഞ്ഞു. രാമൻപിള്ളയുടെ വാദം കോടതി മുഖവിലക്കെടുത്തില്ല. ഹണി റോസ് ഉന്നയിച്ച ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്നും ബോബി ചെമ്മണ്ണൂർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറും മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ മാത്രമായിരുന്നുവെന്നും അതിനു പിന്നിൽ മറ്റു ദുരുദ്ദേശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നും രാമൻപിള്ള കോടതിയിൽ വാദിച്ചു നോക്കി. പൊതുവേദിയിൽ നല്ല രീതിയിൽ ഉപയോഗിച്ച വാക്കുകൾ ഹണി റോസ് തെറ്റിദ്ധരിച്ചതാവാമെന്നാണ് രാമൻപിള്ളയുടെ വാദം. ഹണി റോസ് പരിപാടിയിൽ പൂർണ്ണ സന്തുഷ്ടയായിരുന്നു എന്ന് തെളിയിക്കാൻ തെളിവായി ആലക്കോട്ടെ പരിപാടിയുടെ ദൃശ്യങ്ങൾ നൽകാം എന്ന് പ്രതിഭാഗം കോടതിയിൽ പറഞ്ഞു. എന്നാൽ ദൃശ്യങ്ങൾ പരിശോധിക്കാനുള്ള അവസരമല്ല ഇതെന്ന് കോടതി പ്രതിഭാഗത്തെ ഓർമ്മപ്പെടുത്തി. ഈ ഘട്ടത്തിൽ വീഡിയോ കാണേണ്ടതില്ല എന്ന തീരുമാനം കോടതി തുടർന്നറിയിച്ചു. ശക്തമായ വാദമുഖങ്ങളാണ് പ്രോസിക്യൂഷനും മറുഭാഗത്ത് പ്രതിഭാഗം അഭിഭാഷകനായ ബി രാമൻപിള്ളയും ഉയർത്തിയത്. മഹാഭാരതത്തിലെ കുന്തിദേവിയോടാണ് നടി ഹണി റോസിനെ ഉപമിച്ചത് എന്ന പ്രതിഭാഗത്തിന്റെ പരിഹാസ്യമായ വാദം കോടതി മുഖവിലക്കെടുത്തില്ല. മഹാഭാരതത്തിൽ കുന്തിദേവിയായി അഭിനയിച്ച നടിയുടെ സാമ്യം ഹണി റോസിനുണ്ടായിരുന്നു എന്നാണ് താൻ ഉദ്ദേശിച്ചിരുന്നത് എന്ന് ബോച്ചെ കോടതിയിൽ വ്യക്തമാക്കി. ഹണി റോസിന്റെ വസ്ത്രധാരണ രീതി അത്തരത്തിലായിരുന്നുവെന്നും രാമൻപിള്ള കോടതിയിൽ വാദിച്ചു. മാർക്കറ്റിംഗ് ആൻഡ് പ്രൊമോഷൻ പരിപാടികൾക്ക് വേണ്ടിയാണ് ഹൈലി പെയ്ഡ് ഗസ്റ്റിനെ വിളിച്ചത്. താൻ നടിയെ കയറി പിടിച്ചിട്ടില്ല. ഹണി റോസിന്റെ സമ്മതത്തോടെയാണ് ശരീരത്തിൽ സ്പർശിച്ചത്. പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ നടി ബോബി ചെമ്മണ്ണൂരിനെ അഭിനന്ദിച്ചുവെന്നും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള വാദിച്ചു. നടി ഹണി റോസ് തന്നെ അവരുടെ ഫേസ്ബുക്കിൽ ബോബി ചെമ്മണ്ണൂരിനൊപ്പം നിൽക്കുന്ന ഫോട്ടോകളും വീഡിയോകളും ഒക്കെ ഷെയർ ചെയ്തു. ഒരുപാട് പേർക്ക് ജോലി നൽകുന്ന കക്ഷിയാണ് തന്റേത്. 30 മണിക്കൂറിലേറെയായി പോലീസ് കസ്റ്റഡിയിൽ തുടരുന്നു. ജയിലഴിക്കുള്ളിലായാൽ ബോബി ചെമ്മണ്ണൂരിന്റെ ബിസിനസിനെ അത് ബാധിക്കുമെന്നും തൊഴിലാളികളെ അത് ബാധിക്കുമെന്നും അഡ്വക്കേറ്റ് ബി രാമൻപിള്ള കോടതിയെ അറിയിച്ചു. എന്നാൽ അന്വേഷണ സംഘം അതിശക്തമായ പ്രതിരോധമാണ് കോടതിയിൽ തീർത്തത്. കൂടുതൽ ഡിജിറ്റൽ തെളിവുകളും ഹണി റോസിന്റെ രഹസ്യമൊഴിയുടെ പകർപ്പുമൊക്കെ അവർ കോടതിയിലെത്തിച്ചു. നിരവധി നിർണായക തെളിവുകൾ കോടതിക്ക് മുന്നിൽ. മൊബൈൽ ഫോൺ അടക്കം കോടതിയിൽ അന്വേഷണ സംഘം ഹാജരാക്കി. മിന്നൽ വേഗതയിലാണ് അന്വേഷണ സംഘം ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ പ്രവർത്തിച്ചത്. ഏതെങ്കിലും വിധത്തിൽ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചാൽ അത് ഭരണകൂടത്തിനും പോലീസിനുമൊക്കെ വലിയ നാണക്കേടുണ്ടാക്കും. ഉന്നത തലങ്ങളിൽ നിന്ന് തന്നെ പോലീസിന് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പോയി. ശക്തമായ തെളിവുകൾ കോടതിക്ക് മുന്നിലെത്തിക്കണം. പ്രോസിക്യൂഷന് പൂർണ്ണ പിന്തുണ നൽകണം. ഏറ്റവും രൂക്ഷമേറിയ ആരോപണങ്ങളും ഇന്ന് കോടതി മുറിക്കുള്ളിൽ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള അസോസിയേറ്റ്സ് ഉയർത്തി. ഹണി റോസിന്റെ സിനിമ നാളെ റിലീസ് ചെയ്യുകയാണ്. അതിന്റെ പ്രൊമോഷൻ ഉദ്ദേശിച്ചിട്ടുള്ള ചില നമ്പറുകളാണ് ഇത്തരം വിവാദങ്ങൾക്ക് പിന്നിൽ എന്ന് നേരത്തെ പോലീസിന് മുന്നിൽ ബോബി ചെമ്മണ്ണൂർ വാദിച്ചിരുന്നു. എന്നാൽ ഒരു സ്ത്രീക്കെതിരെ പൊതുവേദിയിൽ അശ്ലീല പരാമർശം നടത്തിയെന്നും അവരുടെ ജോലിയെപ്പോലും അപമാനിച്ചുവെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ പറഞ്ഞു. മാലയുടെ പിൻവശം കാണൂ എന്ന് പറഞ്ഞതുപോലും ദ്വയാർത്ഥ പ്രയോഗമാണ്. അത്തരമൊരു പരാമർശത്തിന്റെ ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. നിരവധി തവണ ആ വീഡിയോ മോശം രീതിയിൽ പ്രചരിച്ചു. ജാങ്കോ സ്പേസ് എന്ന യൂട്യൂബ് ചാനലിലും ബോബി അശ്ലീല ചുവയോടെ നടി ഹണി റോസിനെ കുറിച്ച് പരാമർശങ്ങൾ നടത്തി. അനുവാദമില്ലാതെ നടിയുടെ ശരീരത്തിൽ സ്പർശിച്ചത് തെറ്റാണ് എന്ന് കോടതിയിൽ പ്രോസിക്യൂഷൻ ശക്തമായ വാദമുഖങ്ങൾ ഉയർത്തി. അതിനെ പ്രതിരോധിക്കാൻ ബി രാമൻപിള്ളയ്ക്ക് കഴിഞ്ഞില്ല. നടി കൈയുയർത്തിയപ്പോൾ ബോബി ചെമ്മണ്ണൂർ കയറിപ്പിടിക്കുക മാത്രമാണ് ചെയ്തത് എന്ന രാമൻപിള്ളയുടെ വാദം കോടതി മുഖവിലക്കെടുത്തില്ല. ജാമ്യം നൽകിയാൽ ഉന്നത സ്വാധീനമുള്ള വ്യക്തി സാക്ഷികളെ സ്വാധീനിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം പൂർണ്ണമായി കോടതി അംഗീകരിച്ചു. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കിയത്. ജാമ്യമില്ല വകുപ്പ് പ്രകാരമായിരുന്നു ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തത്. കൂടുതൽ പരാതികൾ പോലീസിലേക്ക് എത്തുന്നു എന്ന സൂചനകൾ പുറത്തുവരുന്നു. പണത്തിന്റെ ഹുങ്കിൽ വൈകൃതങ്ങളുടെ നടുവിൽ ആഭാസത്തരങ്ങൾ എഴുന്നള്ളിച്ച ഒരു ഞരമ്പനെ ഇപ്പോൾ കോടതി റിമാൻഡിലിട്ടിരിക്കുന്നു. കേരളത്തെ സംബന്ധിച്ച് ഏറെ പ്രത്യേകതകളുണ്ട് ഈ കേസിന്. ബോബി ചെമ്മണ്ണൂർ ഒരു വ്യവസായിയുടെ കുപ്പായത്തിലാണ് കേരളത്തിലെ സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്നത്.
റോൾസ് റോയ്സിലും ഡിഫൻഡറിലുമൊക്കെ കറങ്ങി നടന്ന് കേരളത്തിലെ യുവമനസ്സുകളിൽ അശ്ലീലത വിളമ്പുന്ന ഒരു വല്ലാത്ത കഥാപാത്രം തന്നെയായിരുന്നു ബോബി ചെമ്മണ്ണൂർ. സമൂഹ മാധ്യമങ്ങളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഉയരുന്നു. അയാൾക്കിനി അയാളുടെ തന്നെ യൂണിഫോം ജയിലിലിടാം എന്നതാണ് ഏറ്റവും വലിയ വിമർശനം. അതിൽ ആ നമ്പർ കൂടി എഴുതി ചേർത്താൽ മതി. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് കേസ് പരിഗണിച്ചത്. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ചുവെന്ന് കോടതി പോലും സമ്മതിക്കുന്ന കാഴ്ച. ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും ഇപ്പോൾ ജാമ്യം നൽകിയാൽ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിന് തുല്യമാകുമെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ വാദവും കോടതി അംഗീകരിച്ചു. പ്രതി നിരന്തരമായി പരാതിക്കാരിയെ അധിക്ഷേപിച്ചതിന് തെളിവുകളുണ്ട്. ദുരുദ്ദേശത്തോടുകൂടി തന്നെയാണ് ബോബി കയ്യിൽ പിടിച്ചത്. മോശം പെരുമാറ്റത്തിലുള്ള എതിർപ്പ് അപ്പോൾ തന്നെ ഹണി റോസ് അറിയിച്ചിരുന്നു. ഇന്ന് വൈദ്യപരിശോധനയ്ക്ക് ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കിയത്. പോലീസ് സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്ക് പുറപ്പെടുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു ബോബി ചെമ്മണ്ണൂർ. രാമൻപിള്ള അസോസിയേറ്റ്സ് തന്നെ രക്ഷിച്ചെടുക്കുമെന്ന വിശ്വാസമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് അയാൾ പ്രതികരിച്ചു. മാപ്പ് പറയാൻ താൻ തയ്യാറല്ല, താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെ അലട്ടുന്നുവെന്ന് കോടതിയിൽ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞു. അൾസറിന്റെ അസുഖമുണ്ട്. 2 ദിവസങ്ങൾക്ക് മുൻപ് താഴെ വീണിരുന്നു. കാലിനും നട്ടെല്ലിനുമൊക്കെ പരിക്കുണ്ട്. തന്റേത് കരുതിക്കൂട്ടിയുള്ള അധിക്ഷേപമായിരുന്നില്ല എന്നൊക്കെ ബോബി ചെമ്മണ്ണൂർ കോടതിയിൽ പറഞ്ഞു. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കാൻ മാലോകരോട് വിളിച്ചുകൂവിയ ഒരു വിചിത്ര ജീവി ഒടുവിൽ അശ്ലീലം കൊണ്ട് സോഷ്യൽ മീഡിയ കൈയടക്കി. ബോബി ചെമ്മണ്ണൂർ ജയിലറയ്ക്കുള്ളിലാകുമ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ സമാനതകളില്ലാത്ത പരിഹാസങ്ങൾ. കോടതിയിൽ കുഴഞ്ഞു വീണത് ഒരു നമ്പറാണെന്നും ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തന്ത്രമായിരുന്നുവെന്നും ഇപ്പോൾ പുറത്തുവരുന്നു. ബോബി ചെമ്മണ്ണൂരിനെ പിന്നീട് പോലീസ് എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് എത്തിച്ചത്. ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു. റിമാൻഡ് ചെയ്തുള്ള കോടതി ഉത്തരവ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെയാണ് കോടതി മുറിക്കുള്ളിൽ തലകറങ്ങി നിലത്തേക്ക് ബോബി ചെമ്മണ്ണൂർ കവിഴ്ന്നടിച്ച് വീണത്. ബോബി ചെമ്മണ്ണൂർ എന്ന പരനാറി പ്രാകൃതനാണ്, കാടനാണ്. അയാൾ ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഞങ്ങൾ തല്ലിയേനി എന്നാണ് ജി സുധാകരൻ ഇന്ന് രാവിലെ വിമർശിച്ചത്. ഒടുവിൽ കോടതി പോലും ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നിഷേധിച്ചു. അഴിക്കുള്ളിൽ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.